പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ അവിടെ നിന്ന് അവസരം നൽകിയതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒത്തിരി ആളുകളെ അച്ഛൻ കാണാറുണ്ട്. ഭയമാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അഭിമുഖീകരിക്കാനും ഭയം. ഇന്നലെ ഒരു കുട്ടിയെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അവൾക്ക് ജോലിക്ക് പോകാൻ ഭയം, എന്ത് ചെയ്യാനും ഭയത്തോട് ഭയം. എന്നിട്ട് ഇന്നലെ ഈ മലപ്പുറത്തുള്ള മരിയൻ ധ്യാന കേന്ദ്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഏകദിന ധ്യാനത്തിലൊക്കെ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു, ഈശോയുടെ മുന്നിലിരുന്നു. അവസാനം അവൾ പറയുമായിരുന്നു, അച്ഛാ, ഈശോയാണ് എൻ്റെ ധൈര്യം. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോയിക്കോ. കർത്താവ് ഉണ്ടോ? എല്ലാം ഉണ്ട്. കർത്താവില്ലേ എന്തുണ്ടായിട്ടൊരു കാര്യമില്ല. അങ്ങനെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ഭയമൊക്കെ ഉള്ളവർ ഈ ആരാധനയുടെ മുന്നിലുണ്ടെങ്കിൽ ഈശോയോട് പറയണം, ഈശോയെ, എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീയാണ് എൻ്റെ ധൈര്യം. കർത്താവാണ് നമ്മുടെ ധൈര്യം. ബിസിനസ് മുന്നോട്ട് ചെയ്യാൻ ധൈര്യം കിട്ടുന്നില്ല, കർത്താവിൻ്റെ മുന്നിലിരിക്കുക. കോഴ്സ് എടുത്തിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ മുന്നിലിരിക്കുക, കർത്താവ് നിനക്ക് ധൈര്യം തരും. പിന്നെ മനുഷ്യരാരെയും ഭയപ്പെടണ്ട കേട്ടോ. മനുഷ്യനെ ഭയപ്പെടുന്നത് കെണിയാണെന്ന വചനം പറയുക. നിനക്ക് താക്കീത് തന്നിട്ടുള്ളവരുണ്ടാകും, നിന്നെ ഇങ്ങനെ വല്ലാതെ വെല്ലുവിളിക്കുന്നവരുണ്ടാകും, നിന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ടാവും, നിന്റെ ശത്രുക്കളുണ്ടാവും, നിനക്കെതിരെ തിന്മകൾ പടച്ചു വിടുന്ന ആളുകളുണ്ടാവും. നീ അവരെയൊന്നും ഭയപ്പെടണ്ട. മനുഷ്യനെ ഭയപ്പെടുന്നത് കെണിയാ. കർത്താവ് എന്താ ബൈബിളിൽ പറഞ്ഞേക്കണേ? 365 പ്രാവശ്യം തന്നിരിക്കുന്ന വാഗ്ദാനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ വലത്തുകരം പിടിച്ചിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് ഓർത്തും ഒരു ഭയവും വേണ്ട. ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുക, കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. ദാവീദ് മല്ലനായ ഗോലിയാത്തിന്റെ മുന്നിൽ ഭയപ്പെട്ടില്ല. കാരണം അവൻ പറഞ്ഞത് എന്താ? ഞാൻ വന്നിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിലാ, യഹോവയുടെ നാമത്തിലാ. ദൈവമാണ് ദാവീദിന്റെ ധൈര്യമായിരുന്നത്. ഇതുപോലെ നിന്റെ മുന്നിലും ഗോലിയാത്ത് കണക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷെ ദൈവം നിന്റെ ധൈര്യമായിട്ടിരിക്കട്ടെ. ഒരു ടെൻഷനും വേണ്ട, ഒരു വിധത്തിലുള്ള ഞെരുക്കങ്ങൾ നിന്റെ ഉള്ളിൽ വേണ്ട. എല്ലാം കർത്താവിലേക്ക് കൊടുക്കുക. ദൈവം നിന്റെ ധൈര്യമായിട്ട് മാറട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, അങ്ങാണ് എൻ്റെ ധൈര്യം. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.